ഒന്നുമല്ലെങ്കിലും രേണു കിച്ചുവിൻ്റെ സ്റ്റെപ്പ് മദറാണല്ലോ. ഒന്ന് പോയി കാണേണ്ട ഒരു ചുമതല അവനുണ്ട്. അപ്പോൾ ഇന്നവരെ രേണുവിന് ക്യാൻസറായിട്ട് ഇത്രയും ബുദ്ധിമുട്ടുകളും അവരെ കുടുംബം മൊത്തം രേണുവിൻ്റെ കൂടെയുണ്ട്. എന്നിട്ട് പോലും ആ മകൻ ചെന്നില്ല എന്നുള്ളതാണ്. അമ്മ എന്നൊരു സ്ഥാനം പണ്ട് മുതലേ നമ്മൾ ശ്രുതി ഉള്ളപ്പോൾ തന്നെ വലിയ സ്നേഹത്തിലും കാര്യങ്ങളും, അതുപോലെ തന്നെ രേണുവിന് കുറേ പൈസ കിട്ടിയപ്പോഴും അതൊക്കെ അനുഭവിക്കാനായിട്ട് അതിൻ്റെയൊക്കെ ചെലവ് വരാനായിട്ടൊക്കെ ഒപ്പം നിന്ന ആളാണ് ഈ കിച്ചു. ഇപ്പം എന്തുണ്ടായി? ഓരോ യൂട്യൂബേഴ്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞും അവരൊക്കെ രണ്ടുപേരെയും അമ്മേനെയും മകളെയും തിരിപ്പിച്ചു. അമ്മേനെയും മകനെയും തിരിപ്പിച്ചിട്ട് എന്തുണ്ടായി? അവന് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി, അതിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി മേടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഒരു ടീ-ഷർട്ടിൻ്റെ ബിസിനസ് തുടങ്ങി. ഇപ്പോൾ ആളാകെ മാറി. ഇനിയിപ്പോൾ രേണുവിനെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. രേണുവിന് ക്യാൻസർ ആയാലും എന്ത്, ക്യാൻസർ ആയിട്ട് എന്ത് വന്നാലും എന്ത്, ഒന്നും അവന് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? അവൻ്റെ അച്ഛൻ മരിച്ചുപോയി. ഇത് അവൻ്റെ രണ്ടാനമ്മയാണ്, സ്റ്റെപ്പ് മദറാണ്. അപ്പോൾ അവനൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. സ്നേഹം എന്ന് പറഞ്ഞതിൻ്റെ രണ്ട് വാക്കില്ലാത്തൊരു വ്യക്തിയാണ് അവൻ. അവപ്പോൾ റോഡിൽ നടന്നിട്ട് യൂട്യൂബ് ചെയ്തു അവൻ്റെ കാര്യങ്ങളൊക്കെ തുറന്ന് പറയണത്. അതിൻ്റെ ടീ-ഷർട്ട് വീട്ടുകാർക്ക് കാണിച്ചു കൊടുക്കണം, നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കണം, ഓൺലൈനിൽ ഓർഡർ എടുക്കണം, നല്ല രീതിയിൽ വീഡിയോ ഒക്കെ ചെയ്ത് 2 ലക്ഷം സബ്സ്ക്രൈബറായി. അപ്പോൾ അങ്ങനെയാണ്. ഇതാണ് മക്കളുടെയൊക്കെ സ്ഥിതി. ഇപ്പോൾ രേണുവിന് പൈസയൊക്കെ കിട്ടുന്ന സമയത്ത് ഇവനൊക്കെ നന്നായി സഹായിച്ചതാണ്, ഇവനൊക്കെ ഒപ്പം കൊണ്ടു നടന്നതാണ്. ഈ യൂട്യൂബേഴ്സാണ് ഇവർ തമ്മിൽ അമ്മേനെയും മോനെയും ഓരോന്ന് പറഞ്ഞ് പിരിക്കാനും ഇല്ലാത്ത കുറ്റങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കാനായിട്ട് കാരണം. അപ്പോൾ പിന്നെ അതിനേക്കാളും വലിയൊരു കഷ്ടം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, രേണു ഈ ദുബായിൽ പോണതും വരുന്നതും ഒക്കെ സ്വർണ്ണക്കടത്തിനാണ്, സ്വർണം കടത്താൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ രേണു ഇപ്പോൾ ആശുപത്രിയിലാവണതിലും മുമ്പ് ബഹ്റൈനിൽ ഒരു പ്രൊമോഷൻ ഉണ്ടാവുന്നു. 2 ചെറിയ പ്രൊമോഷൻ ഉണ്ടാവും ബഹ്റൈനിൽ. അപ്പോൾ ആ പ്രൊമോഷന് പോയിട്ട് അത് വലിയ യൂട്യൂബുകാരെ ആരെയും ഒന്നും അറിയിക്കാണ്ട് പോയതാണ്. അറിയിക്കാണ്ട് പോയിട്ട് ആ പ്രൊമോഷൻ കഴിഞ്ഞ് വന്നിട്ട് വേണം നമ്മുടെ കീമോയ്ക്ക് വേണ്ടിയിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വരാമെന്നുള്ള ഇതിലാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ ചെക്കിങ് വന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരോ പരാതി കൊടുത്തു, രേണു പോയിട്ട് സ്വർണം കൊണ്ടുവരുന്നുണ്ട്, രേണുവിൻ്റെ കയ്യിൽ സ്വർണ്ണം ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് രേണുവിനെ പരിശോധിച്ചാൽ സ്വർണം കിട്ടും, കള്ളക്കടത്താണ് തൊഴിൽ, അങ്ങനെ കോടികൾ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള ആരോ ഒരു രഹസ്യ വിവരം കൊടുത്തതിന് ശേഷമാണ്. അതിനു മുമ്പ് പല പ്രാവശ്യം ഗൾഫിൽ പോയി വന്നിട്ടുണ്ട്, ഒരു ചെക്കിങ് കൊണ്ട് നടന്നില്ല. പക്ഷേ ഇപ്രാവശ്യം വന്നതോട് കൂടിയിട്ട് ഭയങ്കര ചെക്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര രൂക്ഷമായുള്ള ചെക്കിങ്ങാണ്. സകല സാധനങ്ങൾ അരിച്ചു പറക്കി 2-3 മണിക്കൂറാണ് ചെക്കിങ്. അത് കഴിഞ്ഞതിന് ശേഷം ഉദ്യോഗസ്ഥർ പറഞ്ഞു ഞങ്ങൾക്ക് എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. എക്സ്റേ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ്റിൽ എവിടെയെങ്കിലും ശരീരത്തിൽ വയറ്റിൻ്റെ ഉള്ളിൽ എവിടെ സ്വർണം പൊളിപ്പിച്ചിട്ടുണ്ടെന്നുള്ളൊരു നിലയിലാണ് അവർ പറഞ്ഞത്. അപ്പോഴാണ് രേണു പറയുന്നത് ഉദ്യോഗസ്ഥരോട്, അതെ എനിക്ക് ക്യാൻസർ ഉണ്ട്, ഞാൻ കാലത്ത് പോരുമ്പോൾ ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, വെള്ളം പോലും ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉദ്യോഗസ്ഥർ അതിൻ്റെ രേഖകളൊക്കെ കാണിച്ചു കൊടുത്തു ക്യാൻസറുടെ. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ക്യാൻസർ തന്നെയാണെന്ന് മനസ്സിലായി. അവർ വെള്ളം കുടിക്കാൻ കൊടുത്തു, ഭക്ഷണം കൊടുത്തു, സൗകര്യമായിട്ട് അവിടെ ഇരുത്തി. എന്നിട്ട് പറഞ്ഞത് ഞങ്ങളുടെ ജോലിയാണ്, ഞങ്ങളുടെ ജോലി ഞങ്ങൾക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് സഹകരിക്കാൻ പറഞ്ഞു. എന്നിട്ട് എല്ലാം പരിശോധിച്ച് ഒരു ചുക്കും കിട്ടിയില്ല. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ വളരെ ക്ലിയറാണ്, നിങ്ങളാരോ നിങ്ങൾക്ക് ഒരു കള്ളക്കടത്തോ കാര്യങ്ങളോ ഒന്നുമില്ല, നിങ്ങളുടെ കയ്യിലൊന്നും ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല, നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥർ പറഞ്ഞു വിട്ടു. അപ്പോൾ ഇതിനൊക്കെ കാരണം എന്താണ്? ഇതിനൊക്കെ കാരണം ഇവിടെയുള്ള യൂട്യൂബേഴ്സ് ഇല്ലാത്ത കഥകളുണ്ടാക്കി രേണു ദുബായിൽ പോകുന്നതും മുടക്കാൻ വേണ്ടി, രേണുവിനെ വരുമ്പോൾ രേണു സ്വർണം കള്ളക്കടത്തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് രേണു ഇതിനെ പറ്റി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്യരൊരു സാധനം എടുക്കാൻ എനിക്ക് പേടിയാണ്. ഒരു സോഡ ഡപ്പി പോലും ഞാൻ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. ഒക്കെ രേഖയുള്ളതും അതുപോലെ ഞാൻ ടാക്സ് അടച്ചിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. ഒരാളെ കക്കാൻ പോകാനോ ഒരാളെ പിടിച്ചു പറിക്കാൻ പോകാനോ എന്തെങ്കിലും കടത്താനോ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാനത് ചെയ്യൂല. ഞാൻ അങ്ങനെയല്ല ജനിച്ചതും അങ്ങനെയല്ല പഠിച്ചതും അങ്ങനെയല്ല വളർന്നതും. അപ്പോൾ അതുകൊണ്ട് എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നാണ് രേണു പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാണ് കളിക്കുന്നത്? ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാണ് ഈ രേണുവിനെ ഇതുപോലെ മോശക്കാരിയാക്കാൻ വേണ്ടിയിട്ട്? ഇതുപോലെ ഇപ്പോൾ കിച്ചു തന്നെ പറയണത് എന്താണ്? അമ്മേനെ പോയി കാണാൻ എനിക്ക് താല്പര്യമില്ല, അമ്മേനെ ഞാൻ പോയി കാണുന്നില്ല, അമ്മേരെ പ്രവർത്തികൾ എനിക്കിഷ്ടമല്ല എന്നാണ് പറയണത്. എന്നാണ് ഈ അമ്മേരെ പ്രവർത്തികൾ ഇവന് ഇഷ്ടമല്ലാണ്ടായത്? ഇവരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി പലരും ഇടയിൽ നിന്ന് കളിച്ചതിന് ശേഷമാണ് ഇവർ തമ്മിൽ തെറ്റിയത്. എന്നിട്ടിപ്പോൾ എത്ര ശത്രുക്കളായോട്ടെ, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു രോഗം വന്ന് രോഗക്കിടക്കയിൽ കിടക്കുമ്പോൾ ഒന്ന് പോയി മുഖം കാണിക്കുന്നത്,
ഒന്നില്ലെങ്കിൽ നീ പോയി കണ്ടിട്ട് നീ അഭിനയിച്ചോ, നീ അഭിനയിക്കുന്ന പോലെ കാണിച്ചോ. എന്നിരുന്നാലും നാട്ടുകാരെ ബോധിപ്പിക്കാനെങ്കിലും അല്ലെങ്കിൽ ആ അമ്മയുടെ മനസ്സിനൊരു ഒരു ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടെങ്കിലും നീ ഒന്ന് പോയി കാണണം. അതാണ് നമ്മൾ പറയണത്. അല്ലെങ്കിൽ നീ നന്ദിയില്ലാത്ത മകനായിട്ട് മാറും. നിൻ്റെ അച്ഛൻ മരിച്ചിട്ടുണ്ടല്ലോ, നിൻ്റെ അച്ഛൻ സ്വർഗത്തിലാണ് ഇരുന്നിട്ട് ഇതൊന്നും സഹിക്കില്ല നീ ചെയ്യുന്ന കാര്യങ്ങൾ. നീ യൂട്യൂബ് തുടങ്ങിക്കോ, നിനക്കൊരു ജോലിയാണ്, നിനക്ക് വരുമാനം വേണം, നീ ബിസിനസ് തുടങ്ങിക്കോ, അതിനൊക്കെ നമുക്ക് സന്തോഷമാണ്, അതിനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിന്നെ ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യില്ല. നീ നിൻ്റെ അമ്മേനെ ഈ സമയത്ത് ഒറ്റപ്പെടുത്തുന്നതിലും അതുപോലെ തന്നെ വളരെ കൂരമ്പ് പോലെയുള്ള വാക്കുകൾ നീ അമ്മേരെ നേർക്ക് തൊടുത്തു വിടുന്നതും ദൈവം പോലും പൊറുക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നന്ദികേട് കാണിക്കാണ്ട് എത്രയും പെട്ടെന്ന് പോയി അമ്മേനെ കാണുക. വിഷമങ്ങളുണ്ടായിരിക്കാം, നിനക്ക് അമ്മയോട് വിഷമങ്ങളുണ്ടായിരിക്കാം, ദേഷ്യങ്ങളുണ്ടായിരിക്കാം, എന്നില്ലെങ്കിൽ അവിടെ പോയിട്ട് അഭിനയിച്ച് പോരുക, ഒരു നാടകം കളിച്ച് പോരുക. അങ്ങനെ ആയാലും കുഴപ്പമില്ല, നീ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ മോനെ അടിയിൽ വെള്ളമൊഴിച്ചാലേ മുകളിൽ മുളയ്ക്കുള്ളൂ. അതൊന്ന് മനസ്സിലാക്കുക. നമുക്ക് ഇത്രേ പറയാനുള്ളൂ അതിനെ കുറിച്ചിട്ട്.